ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഓരോ നാമങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോഴും പ്രതീക്ഷയുടെയും ആനന്ദത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വലിയ പ്രതീക്ഷയാണ് ഓരോ നാമങ്ങളും അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് നൽകുന്നത്. മറ്റൊരു നാമം നമുക്ക് ചർച്ച ചെയ്യാം. മുജീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുന മുജീബ്. നബിതങ്ങളുടെ പേരിൻ്റെ മുമ്പ് സയ്യിദുന കൂട്ടുന്നത് നല്ലതാണ്. ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഏത് പേരിൻ്റെ മുമ്പും, വെറും മുഹമ്മദിൻ്റെ മുന്നേ മാത്രമല്ല, സയ്യിദുന മുഹമ്മദൻ പലരും പറയും. പക്ഷേ മറ്റു പേരുകൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നതായിട്ട് കേൾക്കൽ കുറവാണ്. നമുക്കങ്ങനെ ചൊല്ലണം. സയ്യിദുന മുജീബ്. മുജീബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ഉത്തരം നൽകുന്നവർ എന്നാണ്. ഉത്തരം നൽകുന്നവർ. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുജീബ്. ഉത്തരം നൽകുന്നവർ. അടിമകൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവരാണ് സ്രഷ്ടാവായ അള്ളാഹു. നബിതങ്ങളുടെ പേരായി നാം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഉത്തരം നൽകും. ആര് വിളിച്ചാലും ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് ചോദിച്ചാലും ചോദിച്ചതൊക്കെ നൽകും. മാ സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ. നബിതങ്ങളോട് ഒന്നും ചോദിക്കപ്പെട്ടിട്ടില്ല എന്നിട്ട് ഫഖാല ല, ഇല്ല എന്ന് പറഞ്ഞതായ ചരിത്രമില്ല. എന്ത് ചോദിച്ചാലും, ആര് എന്തുവെന്ന് ചോദിച്ചാലും മുത്തുനബി അത് നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ നൽകും. ആർക്കാണതിന് കഴിയുക? മുജീബാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചതൊക്കെ നൽകും. ആരായിക്കഴിഞ്ഞാലും, ചെറിയ ആളായിക്കഴിഞ്ഞാലും യാ റസൂലല്ലാഹ് എന്നവിടുത്തെ വിളിച്ചാൽ അവിടുന്ന് ഉത്തരം നൽകും. എന്താണ് നബിതങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ നബിതങ്ങൾ ഇങ്ങനെ തല മാത്രം തിരിച്ച് നോക്കാറില്ല. പൂർണ്ണമായിട്ട് അയാളിലേക്ക് തിരിഞ്ഞു നിൽക്കും. അത് വിനയത്തിൻ്റെ അടയാളമാണ്. നമ്മളൊക്കെ നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരോ, നമ്മുടെ മക്കളോ, അനുജന്മാരോ, അനുജത്തിമാരോ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ഒരു അഹങ്കാരത്തിൻ്റെ ശൈലിയിലാണ് നമ്മൾ ഉത്തരം നൽകാറുള്ളത്. പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വിനയത്തോടെ പൂർണ്ണമായി തിരിഞ്ഞു നിന്ന് ആരാണോ മുത്തുനബിയെ വിളിച്ചത് അവരോട് സംസാരിക്കും. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ വിളിച്ചാലും അത് വലിയ പ്രമാണിയും വലിയ ധനാഢ്യനൊന്നും ആവേണ്ടതില്ല. ആര് വിളിച്ചാലും സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഉത്തരം നൽകും. ആരെങ്കിലും നബിതങ്ങളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഉത്തരം നൽകി അവരുടെ ആതിഥ്യം സ്വീകരിക്കും. അവരുടെ വീട്ടിൽ പോയി സന്തോഷിപ്പിക്കും. നമ്മളൊക്കെ പാവങ്ങൾ കല്യാണത്തിന് വിളിച്ചാൽ നമുക്ക് പോവാൻ മടിയാണ്. പാവങ്ങൾ വീട്ടിൽ കൂടലിന് വിളിച്ചാൽ, ഹൗസ് വാമിങ്ങിന് വേണ്ടി ക്ഷണിച്ചാൽ പോകാൻ നമുക്ക് മടിയാണ്. പാടില്ല, മടി പാടില്ല. ആര് വിളിച്ചാലും നമ്മൾ ഉത്തരം നൽകണം. നാട്ടിൽ ആരുടെ കല്യാണത്തിനും ആര് ക്ഷണിച്ചാലും അവരുടെ ക്ഷണം നാം സ്വീകരിക്കണം. നിരസിക്കാൻ പാടില്ല. വലിയ ഹാജിയാരുടെ മോളുടെ കല്യാണത്തിന് പോവാൻ ഒരുപാട് ആളുകളുണ്ടാകും. നാട്ടിലെ പാവപ്പെട്ട ഒരു വിധവയായ ഒരു ഉമ്മയുടെ മകളുടെ കല്യാണത്തിന് പോവാൻ നമുക്ക് മടിയാണ്. പാടില്ല.
പാവങ്ങളുടെ ക്ഷണം നമ്മൾ സ്വീകരിക്കണം. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അവർക്ക് സഹായം അവർക്ക് ആവശ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ചെയ്തു കൊടുക്കണം. പാവങ്ങളുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ ചിലപ്പോൾ നമ്മൾ സഹായങ്ങൾ നൽകേണ്ടി വരും. അങ്ങനെ നൽകണം. അതാണ് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ആര് വിളിച്ചാലും ഉത്തരം നൽകും. ഉത്തരം നൽകുന്നവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ ജീവിതകാലത്ത് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അവിടുന്ന് മറുപടി നൽകും, തിരിഞ്ഞു നോക്കും, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കും. അതുപോലെ തന്നെ അവിടുത്തെ വഫാത്തിന് ശേഷവും മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് ആ ഹുജറത്തു ഷരീഫയുടെ മുന്നിൽ നിന്ന് സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഖൽബറിഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചാൽ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകും. എന്തിനാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്? മുത്തുനബി നമ്മുടെ വിളി കേൾക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം നൽകും നമുക്ക്. ആ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വലിയ പ്രതീക്ഷയാണ്. സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയോട് പറഞ്ഞില്ലേ, നബി അങ്ങ് ജീവിച്ചിരുന്നാലും മരിച്ചു കഴിഞ്ഞാലും നമുക്ക് എല്ലാ സന്തോഷങ്ങളും അങ്ങിൽ നിന്ന് ലഭിക്കും. നബി തങ്ങളുടെ മരണശേഷം നമ്മുടെ വിളി കേൾക്കും, നമുക്ക് ഉത്തരം നൽകും, വേണ്ടതെല്ലാം ചെയ്യും. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും നന്മകൾ ചെയ്യുമ്പോൾ മുത്തുനബി സന്തോഷിക്കുകയാണ്. മദീനയിൽ നിന്ന് മുത്തുനബി സന്തോഷിക്കും. ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞില്ലേ, ഒരു തെറ്റ് ചെയ്താൽ ഫഖദ് അഹ്സനൻ നബിയ ഫീ ഖബ്രിഹി. നാം കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, കണ്ണൂരിൽ നിന്ന്, എവിടെ നിന്നെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നു, ഫഖദ് അഹ്സനൻ നബിയ ഫീ ഖബ്രിഹി. അത് കണ്ടിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് മദീനത്തെ ഹുജറത്തു ഷരീഫയുടെ ഖബറിൽ നിന്ന് വേദനിക്കുന്നുണ്ട്. ഒരു മനുഷ്യനൊരു തെറ്റു ചെയ്താൽ അവൻ മുത്തുനബിയെ വേദനിപ്പിച്ചവനാണ്, സങ്കടപ്പെടുത്തിയവനാണ്. പാടില്ല മുഅ്മിനീങ്ങളെ, അങ്ങനെ പാടില്ല. മുത്തുനബിയെ വേദനിപ്പിക്കാൻ പാടില്ല. നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു തരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ സന്തോഷിപ്പിക്കാനേ നാം നോക്കാവൂ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. മുത്തുനബി ഒരുപാട് കാണാൻ, അനുഭവിക്കാൻ അല്ലാഹു പാപികളായ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.